ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തംബ്നെയിൽ കണ്ട പോലെ ഒരു വെഡ്ഡിങ് കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആണ്. സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനോടെയാണ് കേട്ടോ. അപ്പം ഞാൻ കേക്ക് ആദ്യം ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു അരമണിക്കൂർ. അതിന് ശേഷമാണ് ഐസിങ് ചെയ്തെടുക്കുന്നത്. ഞാൻ എപ്പോഴും പൈപ്പിംഗ് ബാഗിൽ ക്രീം ആക്കിയിട്ടാണ് കേട്ടോ ഐസിങ് ചെയ്തെടുക്കാറുള്ളത്. ചിലവരൊക്കെ ഡയറക്റ്റ് അങ്ങനെ ആക്കിയിട്ട് ചെയ്യുന്നവരുണ്ട്. എനിക്കൊന്നും കൂടി നീറ്റായിട്ടും അതുപോലെ തന്നെ എളുപ്പമായിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്നത് ഈ ഒരു പൈപ്പിംഗ് ബാഗിൽ ക്രീം ആക്കിയിട്ട് ചെയ്തെടുക്കുമ്പോഴാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് കോട്ടിങ് ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഒന്ന് പാലറ്റ് നൈഫ് വെച്ചിട്ട് നീറ്റാക്കി കൊടുത്തിട്ടാണ് സെക്കൻഡ് കോട്ടിങ് ചെയ്തെടുക്കുന്നത്. പിന്നെ നമ്മൾ ടേണിംഗ് ടേബിളിൻ്റെ മുകളിൽ ഒരു ടിഷ്യൂ പേപ്പർ നനച്ച് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സ്ക്രാപ്പറൊക്കെ വെച്ചിട്ട് തിരിച്ചെടുക്കുന്ന ടൈമിൽ കേക്കിൻ്റെ ബേസ് ഒന്നും നീങ്ങി പോവാതെ കിട്ടും നമുക്ക്. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന ഒരു ടിപ്സ് തന്നെ ആയിരിക്കും, എന്നാലും ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. എന്നിട്ട് ഞാൻ സ്ക്രാപ്പർ വെച്ചിട്ട് ഇതേ ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. എഡ്ജ് ഞാൻ കറക്റ്റ് ചെയ്തിട്ടില്ല, അത് ഇതേപോലെ ഒന്ന് പൊങ്ങി നിൽക്കുന്ന ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. 2 ടയർ ആവുന്നതോട്ട് തന്നെ ഉള്ളിൽ ഇതേപോലെ സ്റ്റിക്ക് കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേ ഞാൻ കുറച്ച് ക്രീം എടുത്തിട്ടുണ്ട്. അതിലേക്ക് മാജിക് കളേഴ്സിൻ്റെ ഗ്രേപ്പ് വയലറ്റ് ഒരു 3-4 ഡ്രോപ്പ് എടുത്തിട്ടുണ്ട്. ഞാൻ മാജിക് കളേഴ്സ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത്. എന്നിട്ട് ഇതേ പാലറ്റ് നൈഫ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മുകളിലോട്ടൊന്ന് വലിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഡിസൈന് നമുക്ക് സ്പൂൺ വെച്ചിട്ടും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് ഞാൻ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിസൈൻ എന്ന് പറഞ്ഞത്. ഇതേപോലെ പാലറ്റ് നൈഫ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ സ്പൂൺ വെച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു ഡിസൈന്. അതുപോലെ തന്നെ 2 ടയർ ചെയ്തെടുക്കുന്ന ടൈമിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഉള്ളിൽ അതേപോലത്തെ സ്റ്റിക്കുകൾ കുത്തി വെക്കണം. അല്ലാന്നുണ്ടെങ്കിലാണ് കേക്ക് ചെരിഞ്ഞു പോവുക, ഉള്ളിലേക്ക് താഴ്ന്നു പോവുക എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഒരു 8 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. എനിക്കൊക്കെ 2 ടയർ കേക്ക് കിട്ടുന്ന ടൈമിൽ തലേ ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസമാണ് ഞങ്ങൾ ടയർ കയറ്റി വെച്ചെടുക്കാറുള്ളത്. അതുപോലെ തന്നെ നമ്മൾ മുകളിൽ വെച്ചെടുക്കുന്ന ആ ടയർ ഉണ്ടാവില്ല, അതിൻ്റെ അടിയിലത്തെ സ്പോഞ്ചിൽ സിറപ്പ് ആക്കാതിരിക്കുക. അതിൻ്റെ സിറപ്പിൻ്റെ നനവൊക്കെ ഓവറായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കയറ്റി വെച്ച് കൊടുക്കുന്ന ടൈമിൽ അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ടയർ കേക്കൊക്കെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇത് അടിയത്തെ ടയറിൽ ഇതേപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്ലൂ കളർ ഇതേപോലെ എല്ലാ ഭാഗത്തും ഇല്ല, ചില ഭാഗത്ത് മാത്രം ഒന്ന് ഇതേപോലെ ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസമാണ് കേട്ടോ ഞാൻ ടയർ കയറ്റി വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഇതേ ടയർ കയറ്റി വെച്ചതിന് ശേഷം നടുവിലായിട്ടും ഒരു വലിയ സ്റ്റിക്ക് കുത്തി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ടയർ കയറ്റി വെച്ചിട്ട് കറക്റ്റായിട്ട് ഇരുന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. എനിക്കിത് കറക്റ്റായിട്ട് കിട്ടിയതോട്ട് തന്നെ ഞാനത് കാണിക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയി. ഇത് 3 kg വെയിറ്റ് വരുന്ന കേക്കാണ്. ഞാൻ 8 ഇഞ്ചിൻ്റെ ടിന്നിലും അതുപോലെ തന്നെ 5 ഇഞ്ചിൻ്റെ ടിന്നിലുമാണ് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നമ്മൾ ആ ഒരു സ്റ്റിക്ക് കുത്തി വെച്ച ഭാഗത്ത് ഇതേപോലെ ക്രീം വെച്ചിട്ട് ആ ഹോളൊന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഗോൾഡൻ ഡസ്റ്റ് വെച്ചിട്ട് ഈ ഒരു നമ്മൾ കയറി നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ, എഡ്ജ് കയറ്റിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞല്ലോ, ആ ഒരു ഭാഗത്ത് ഇതേപോലെ ഗോൾഡൻ ഡസ്റ്റ് ബ്രഷ് വെച്ചിട്ടൊന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അടിയത്തെ ലെയറും ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. എഡ്ജ് കറക്റ്റ് ആക്കാതെ കുറച്ച് പൊങ്ങിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ ഇതേപോലെ ഒന്ന് ഗോൾഡൻ ഡസ്റ്റ് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ചെയ്തെടുക്കുന്ന ടൈമിൽ ഗോൾഡൻ ഡ്രിപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. എൻ്റെ അടുത്ത് അതിൻ്റെ സ്റ്റോക്ക് തീർന്നു പോയി, അതോട്ട് തന്നെ ഞാൻ ഗോൾഡൻ ഡസ്റ്റ് വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഗോൾഡൻ ഡ്രിപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കൂടി എളുപ്പമായിരിക്കും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ ഒരു ബ്രഷ് വെച്ചിട്ട് അതിൻ്റെ സൈഡിൽ ഞാനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയി. ഈ ഒരു ബ്രഷ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ സൈഡിലൂടെയൊക്കെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഗോൾഡൻ ഡസ്റ്റ്. എന്നിട്ട് ഞാൻ 2 കളറിലുള്ള ഫ്ലവേഴ്സാണ് എടുത്തിട്ടുള്ളത്. ഡാർക്ക് ബ്ലൂവും അതുപോലെ തന്നെ ഡാർക്ക് റോസും ആണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ചുറ്റുമായിട്ടും ഇതേപോലെ ഗോൾഡൻ ലീഫും അതുപോലെ തന്നെ സാധാരണ നമ്മുടെ ലീഫൊക്കെ വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുകളിലും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡിസൈൻ എല്ലാവർക്കും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ഡിസൈൻ തന്നെയാണല്ലേ. എന്നിട്ട് മുകളിലും ഇതേപോലെ 2 കളറിലുള്ള ഫ്ലവേഴ്സും അതുപോലെ തന്നെ ലീഫൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്.
പിന്നെ ഈ ഒരു ലീഫ് വെച്ചെടുത്ത ടൈമിൽ അതിൻ്റെ വലുപ്പം കുറച്ച് ഓവറായും തോന്നി. അപ്പോൾ ഞാൻ അതിൻ്റെ അടിയിലുള്ള ഒരു ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് അടിയിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതൊരു എൻഗേജ്മെൻറ്റിനുള്ള കേക്കുമാണ്, അതുപോലെ തന്നെ അന്ന് ബ്രൈഡിൻ്റെ ബർത്ത്ഡേ കൂടിയാണ് കേട്ടോ. അപ്പോൾ എൻഗേജ്മെൻറ്റിനുള്ളൊരു സ്റ്റിക്കും അതുപോലെ തന്നെ അടിയിൽ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ട് ബ്രൈഡിൻ്റെ പേരുമാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് എൻഗേജ്മെൻറ്റിൻ്റെ ഒരു സ്റ്റിക്ക് കൂടെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഡിസൈനാണ്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.